ഇടുക്കി ജില്ലയിലെ ശീതകാല പച്ചക്കറി ഗ്രാമമായ കാന്തല്ലൂർ വീണ്ടും ചുവപ്പണിഞ്ഞു. സഞ്ചാരികൾക്കും കർഷകർക്കും ഒരുപോലെ ആവേശം പകർന്ന് ഇത്തവണത്തെ ആപ്പിൾ വിളവെടുപ്പ് കാലത്തിന് തുടക്കമായി. സാധാരണയായി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് കാന്തല്ലൂരിൽ ആപ്പിൾ വിളവെടുപ്പ്. തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയും അനുകൂലമായ ഭൂപ്രകൃതിയും ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ആപ്പിൾ വിളയുന്ന ഏക പ്രദേശമാണ് കാന്തല്ലൂരും പരിസര പ്രദേശങ്ങളും. കാന്തല്ലൂരിലെ തോട്ടങ്ങളിൽ പലതരത്തിലുള്ള ആപ്പിളുകൾ വിളയുന്നുണ്ട്. ട്രോപ്പിക്കൽ ബ്യൂട്ടി, പാർലിൻ ബ്യൂട്ടി, ഗ്രീൻ ആപ്പിൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ഇനങ്ങൾ. 200-ലധികം കായ്ക്കുന്ന ആപ്പിൾ മരങ്ങളുള്ള റിട്ടയർഡ് KSEB ഉദ്യോഗസ്ഥനായ CT കുരുവിളയുടെ കാന്തല്ലൂരിലെ ചീനി ഫാമിലാണ് ഏറ്റവുമധികം ആപ്പിൾ മരങ്ങളുള്ളത്. ഫെബ്രുവരിയിൽ പൂത്തു കഴിഞ്ഞാൽ 6 മാസമാണ് ഇതിൻ്റെ വിളവെടുപ്പ് കാലം. 6 മാസം കഴിയണം. അപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈയിൽ ശരിക്കും വിളവെടുപ്പാകും. ഇപ്പോൾ ആദ്യം പൂത്തത് കുറച്ച് ചില ആപ്പിളുകളൊക്കെ ആദ്യം പോകും. അതിൻ്റെയാണ് ഇപ്പോൾ വിളവെടുപ്പ് നടന്നത്. ഇനി ജൂലൈ, ഓഗസ്റ്റ് വരെ ഉണ്ടാകും. വിളവെടുപ്പ് കാലമായതോടെ തോട്ടങ്ങളിൽ നേരിട്ടെത്തി ആപ്പിൾ പറിക്കാനും ഫോട്ടോകൾ എടുക്കാനുമായി നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് കാന്തല്ലൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ പെയ്ത വേനൽമഴ ആപ്പിൾ മരങ്ങൾക്ക് ഗുണകരമായെങ്കിലും രോഗബാധയും വന്യമൃഗങ്ങളുടെ ശല്യവും കർഷകർക്ക് നേരിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. തോട്ടങ്ങളിൽ നേരിട്ടെത്തി സഞ്ചാരികൾ പഴങ്ങൾ വാങ്ങുന്നതിനാൽ മികച്ച വില ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. കിലോഗ്രാമിന് 150 മുതൽ 200 വരെയാണ് തോട്ടങ്ങളിലെ ഇപ്പോഴത്തെ വില. രാസവളങ്ങൾ പരമാവധി ഒഴിവാക്കി ജൈവ രീതിയിലാണ് ഇവിടെ ഭൂരിഭാഗം കർഷകരും ആപ്പിൾ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാന്തല്ലൂർ ആപ്പിളിന് വിപണിയിലെ മറ്റ് ആപ്പിളുകളേക്കാൾ രുചിയും ഗുണമേന്മയും കൂടുതലാണ്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.